ഒന്നിനെ വധിച്ച് വീഴ്ത്തുന്നത് കണ്ടപ്പോൾ, ആയുധം പ്രയോഗിച്ച് വീഴ്ത്തുന്നത് കണ്ടപ്പോൾ മാനിഷാദ എന്ന് പറയുന്നതായിട്ടൊരു 32 അക്ഷരമുള്ള ശ്ലോകമാണ് 25,000 പരം ശ്ലോകമായിട്ട് വാൽമീകി രചിച്ചതായിട്ടുള്ള രാമായണമായിട്ട് തന്നത്. അപ്പോൾ അവരുടെ ദർശനം അത് ലോകസാന്ത്വനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഭഗവാൻ ഇവിടെ വന്ന് പറഞ്ഞ വാക്കുകൾ അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, കർദമ പ്രജാപതിയുടെ പത്നിയാകുന്ന ദേവഹൂതി ദേവിക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിനെല്ലാം അഭികാമ്യമായിട്ടുള്ള വരണ്യമായിട്ടുള്ള വാക്കുകളാണ് ഭഗവാന്റെ. അപ്പോൾ ആ ഭഗവാനെ ഉപാസിക്കണ്ടേ, ഭഗവാനെ ഭജിക്കണ്ടേ? അപ്പോൾ അതിനുവേണ്ടി കപില വാസുദേവൻ തന്നെ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. അമ്മ അച്ഛൻ മുക്തിപദം അലങ്കരിക്കാൻ വേണ്ടി തപസ്സിന് പോയി, പക്ഷെ എനിക്ക് അങ്ങനെ വനത്തിലൊന്നും പോയിട്ട് തപസ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപലയായിട്ട് എനിക്ക് മുക്തിപദം വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് അനുഷ്ഠിക്കേണ്ടത്? അപ്പോഴാണ് യമനിയമങ്ങളാകുന്ന പ്രാണായാമമാകുന്ന മോക്ഷോപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപാസനാകാന്ഡം, കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഇങ്ങനെ 3 കാണ്ഡങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ ഉപാസനാകാന്ഡവും ജ്ഞാനകാന്ഡവും വളരെ പ്രയാസമാണ് എന്ന് കണ്ട സമയത്ത് പറഞ്ഞു, ഇതിനെല്ലാം ഉപോത്ബലകമായിട്ട് ഭക്തി എന്നൊരു ലക്ഷണമുണ്ടായാൽ മതി അമ്മേ. അത് ഒരിക്കലും സജ്ജന സംസർഗം കൊണ്ട് വന്ന് ഭവിക്കുന്ന ഒരു കാര്യമാണ്. സത്സംഗമത്താൽ നിജവൻ പ്രഭാവം ഉൾക്കൊണ്ടാൽ മനസ്സിൻ ജളി പോക്കും ഈശ്വരൻ, തീർത്ഥത്തിൽ ആറാടുകിൽ അംഗശുദ്ധിയേ വരുള്ളൂ, ആ ഭക്തരെ ഭജിച്ചിടാം. അപ്പൊ ഭക്തന്മാരായിട്ടുള്ള സമാഗമം കൊണ്ടാണ് നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുക. ഇനി കൂടാതെയോ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? അർത്ഥിക്കിൽ അർത്ഥിച്ചത് മാത്രമേകും, അർത്ഥിച്ചിടേണ്ടാത്ത വിധത്തിലേക്കിടാ, നിഷ്കാമ ഭക്തർക്ക് അഖിലാശയം തീർത്ത് തൽചേവടിത്താരിണയും കൊടുത്തിടും. ലക്ഷ്മീദേവി തന്നെ പറയുകയാണ്, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ചോദിച്ചേ കൊടുക്കാറുള്ളൂ, പക്ഷേ ഭഗവാനെ വേണമെന്ന് ആരും പറയാറില്ല. അതാണ് രക്ഷ. ലക്ഷ്മീദേവി പറയുകയാണ്, അതുകൊണ്ട് എനിക്ക് ഭഗവാനെ കിട്ടുന്നു. പക്ഷേ ഭഗവാൻ എന്ത് വിചാരിക്കും? ലക്ഷ്മി കടാക്ഷം എൻ്റെ ഭക്തന്മാർക്ക് വേണമെന്ന് വിചാരിക്കും. അപ്പോൾ തൻ്റെ മാറിടത്തിലേക്ക് ഭഗവാൻ നോക്കില്ല. അപ്പോൾ ലക്ഷ്മി പറയുകയാണ്, അവിടുത്തെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന കൈ എൻ്റെ ശിരസിൽ അടക്കി വെക്കണേ. അങ്ങനെ തൻ്റെ മാറിടത്തിൽ ഭഗവാൻ കൈവയ്ക്കുകയാണെങ്കിൽ ലക്ഷ്മിദേവിയുടെ ശിരസിൽ വെക്കുന്നത് പോലെയാണ്. അപ്പോൾ ലക്ഷ്മി പറയുകയാണ്, ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന കൈകൾ ലക്ഷ്മിദേവിക്ക് പോലും അർഹതയില്ലാത്തതുപോലെയാണ് ഭഗവാനോട് പറയുന്നത്. അങ്ങനെ ഭഗവാനാകട്ടെ ലക്ഷ്മീദേവി തന്നെ നോക്കും, എന്നിട്ട് ഭക്തനെ നോക്കും. താൻ എവിടേക്കാണോ നോക്കുന്നത് അതാണ് ലക്ഷ്മിദേവി നോക്കുന്നത്. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ പറയുന്നത്, അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തിം ഭൃംഗാംഗനൈവ വരണാമകുളന്തമാലാം അംഗീകൃതാമഖില വിഭൂഷിത മംഗലീലാം മംഗല്യദാസ്തോ മമ മംഗലദേവതായാം. ആ ലക്ഷ്മി കടാക്ഷം ഉണ്ടായി കഴിഞ്ഞാലോ സർവർക്കും ഐശ്വര്യപ്രധാനമായിട്ടുള്ള ലോകങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി ലക്ഷ്മി ഭഗവതി നോക്കണമെങ്കിലോ ഭഗവാൻ എന്ത് ചെയ്യും? ലക്ഷ്മീദേവി നോക്കില്ല. ലക്ഷ്മീദേവി ഭഗവാനെ നോക്കും, എന്നിട്ട് ഭക്തനെ നോക്കും. ലക്ഷ്മി കടാക്ഷം പതിഞ്ഞാലോ ആ മഹാദേവി കൺപോൾ ഇളക്കുകിൽ പൊയ്മറയാത്ത ദാരിദ്ര്യമെന്തുള്ളൂ. എല്ലാവിധ ശ്രേയസ്സും ഭഗവാൻ കൊടുക്കുന്നത് തൻ്റെ അമ്മ പത്നിയാകുന്ന ലക്ഷ്മീദേവിയിലൂടെ. അങ്ങനെ ഭഗവാൻ എല്ലാം കൊടുക്കുന്നവരാണ്. പക്ഷെ ഭഗവാനെ ആരും ചോദിക്കാറില്ല. അർത്ഥിക്കിൽ അർത്ഥിച്ചത് മാത്രമേകും, അർത്ഥിച്ചിടേണ്ടാത്ത വിധത്തിലേക്കിട, നിഷ്കാമ ഭക്തർക്ക് അഖിലാശയം തീർത്ത് തൽചേവടിത്താരിണയും കൊടുത്തിടും. പ്രഹ്ലാദൻ അതുകൊണ്ടാണല്ലേ ഭഗവാനോട് പറയുന്നത്, ഞാനൊരു പുൽക്കസനായിട്ടുള്ള ആള്, ജാതി കൊണ്ട് അസുരബുദ്ധി കൊണ്ട് ജനിച്ച ആള്, പക്ഷെ അതിന് ബ്രഹ്മാദി ദേവന്മാർ പോലും പറഞ്ഞത് കേൾക്കില്ല, ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്ന് ബ്രഹ്മാദി ദേവന്മാർ പറയുകയാണ്. ഭഗവാൻ ഭക്തൻ പറഞ്ഞാലാണ് അതിനെ അനുസരിക്കുന്നത്. ദേവാദികൾ പറഞ്ഞിട്ട് പോലും അനുസരിക്കുന്നില്ല. ക്രൂര സ്വഭാവമായിട്ട് ഭഗവാന്റെ നോട്ടം ഞങ്ങൾക്ക് ഭയമാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രഹ്ലാദൻ പറയുകയാണ്, അതിനെക്കുറിച്ചൊന്നും ഭയക്കേണ്ട കാര്യമില്ല. സംസാര ഭയം നശിക്കണമെങ്കിൽ ഭഗവാന്റെ ദർശനം അങ്ങനെ തന്നെ വേണം. അങ്ങനെ ഭോഗത്തിൽ ശ്രദ്ധയില്ലാത്തവർക്ക് ഭഗവാന്റെ ദർശനം, ഭഗവാന്റെ സ്പർശം, ഭഗവാന്റെ സാമീപ്യം അതെല്ലാം ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഇഷ്ടവസ്തുവായിട്ട് തീരും. അല്ലാത്തവർക്കോ അത് കൈപ്പേറിയ വസ്തുവായിട്ട് തീരും. അതെന്താണ്? ഈശ്വരനല്ലേ ഇങ്ങനെ എനിക്ക് വിധി തന്നത്, ഈശ്വരനല്ലേ എനിക്ക് ഇങ്ങനെ വരുത്തി വെച്ചത്, അതെല്ലാം ഈശ്വരനെ പഴിക്കും. നമ്മുടെ കർമ്മമാണ് അങ്ങനെ വരുത്തിയത് എന്ന് ആരും പറയാറില്ല. അപ്പോൾ കർമ്മം കൊണ്ട് ഗുണശാലികളായിട്ട് തീരണമെങ്കിൽ മനുഷ്യജന്മം ഭാരതഖണ്ഡത്തിൽ ലഭിക്കണം. അതുകൊണ്ട് അമ്മയോട് മോക്ഷ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ഭക്തിലക്ഷണപൂർണ്ണമായിട്ടുള്ള ഉപാസനാ രീതിയെ പറഞ്ഞു. അത് പരാഭക്തി എന്ന് പറയുന്ന ഭക്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ വൈഷ്ണവ യോഗം എന്ന് പറയുന്നത് ഭവിക്കണമെങ്കിൽ എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എൻ്റെ ബീജാക്ഷരത്തെ വേണ്ടതുപോലെ ഉപാസിക്കണമമ്മേ, മാത്രമല്ല എൻ്റെ സ്വരൂപത്തെ ധ്യാനിക്കണമമ്മേ. എൻ്റെ സ്വരൂപം ധ്യാനിക്കുന്ന സമയത്ത് കേശാദിപാദവും പദാദികേശവും അമ്മയ്ക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ പാദതലം എന്ന് ഞാൻ പറഞ്ഞു തരാം. വജ്രം ധ്വജം
കമലം അങ്കുശരേഖയും ചേർന്നുത്തൊങ്കമാം തുടനകദ്യുതിയാം നിലാവൽ ഭക്തന്റെ മാനസമഹാതമസ് അന്ധതമസ് പോക്കും ശ്രീകൃഷ്ണപാദ സരസീരുഹമോർക്കന്നായി. എന്തൊക്കെയാണ് ഭഗവാന്റെ പാദതലങ്ങളിലുള്ളത്? വജ്രം, ധ്വജം, കമലം, അങ്കുശരേഖയും ചേർന്നുത്തുങ്കമാം തുടനകദ്യുതിയാം നിലാവൽ ഭക്തന്റെ മഹാമാനസമഹാന്തതമസ്സു പോക്കും ശ്രീകൃഷ്ണപാദ സരസീരുഹമോർക്ക നന്നായി. ഭഗവാന്റെ പാദത്തെ സ്മരിക്കണം. ഈ പാദത്തിന്റെ അടിയിൽ ഈ മുദ്രകൾ ഉണ്ട് എന്നുള്ളത് ഭഗവാന്റെ പാദതലം പതിഞ്ഞ ഭൂമി കണ്ട ആൾക്കേ മനസ്സിലാവും. ആ ഭഗവാന്റെ പാദതലം പതിഞ്ഞ ഭൂമിയിൽ പോയി വന്നവർക്കറിയാം അല്ലേ? വൃന്ദാവന ഭൂമിയിൽ പോയി വന്നിട്ട് ആ ചെറിയ മോടെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വൃന്ദാവന ഭൂമി എന്ന് പറയുന്നത് ഭഗവാന്റെ പാദതലം പണിഞ്ഞതാണ്. പക്ഷെ അതെല്ലാവർക്കും ഭഗവാൻ പാദം കാണിച്ചു കൊടുത്തു ഇല്ല. മഹാബലിക്ക് ഒരല്പം അങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്തു. അങ്ങനെ മഹാബലി അനുഗ്രഹിച്ചു. കാളിയന് ശിരസിൽ ഇങ്ങനെ വെച്ചു. കാളിയൻ നോക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ഭഗവാൻ കാലടച്ചു വയ്ക്കും. അങ്ങനെ കാലൊരിക്കലും കാണിച്ചു കൊടുക്കില്ല. പിന്നെ ആർക്കാണ് കാണിച്ചു കൊടുത്തത്? വൃന്ദാവന ഭൂമിയിലെ പശുക്കൾക്ക് കാണിച്ചു കൊടുത്തു അത്രേ. അതെന്താ കാരണം? കുട്ടികളെല്ലാം പാല് കുടിച്ച് ആ പശുക്കുട്ടികളുടെ വായിൽ നിന്ന് പതയായി നുരയായി പുറത്തു വരുമ്പോൾ ഭഗവാൻ വിചാരിക്കും, ഓ ഫുൾ ടാങ്ക് അടിച്ചു, ബാക്കി ഇങ്ങനെ വഴിഞ്ഞൊഴുകുകയാണ്, ഇതെന്തിനാ അങ്ങനെ കളയണത്, നമ്മളുണ്ടല്ലോ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യും? പശുക്കുട്ടിയുടെ നെറ്റിയിൽ പതുക്കെ കൈകൊണ്ട് ഇങ്ങനെ തള്ളിപ്പിടിക്കും. എവിടെയാണ് യോഗീശ്വരന്മാർ ധ്യാനിക്കുക? ഭ്രൂമധ്യത്തിൽ. ആ ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കുന്നത് ഏത് ദേവനെയാണ്? ഉദാനനാകുന്ന പ്രാണസ്വരൂപനാകുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. അങ്ങനെ ധ്യാനിക്കുന്ന സ്ഥലത്ത് ആരാ കൈവച്ചിരിക്കുന്നത്? ഭഗവാൻ തന്നെ കൈവച്ചിരിക്കുക. അപ്പോൾ ആ ഭഗവാന്റെ സ്പർശമേൽക്കുമ്പോൾ എന്തെന്നില്ലാതെ പശുക്കുട്ടികൾ ആനന്ദ നിർവൃതിയിൽ ആറാടി ഇങ്ങനെ നിൽക്കും. ഭഗവാൻ എന്ത് ചെയ്യും? പതുക്കെ അമ്മ പശുവിൻ്റെ അകട്ടിൽ നിന്ന് പാല് കുടിക്കും. അപ്പോൾ തന്നെ കാൽമുട്ടുകൾ ഇങ്ങനെ ഭൂമിയിൽ കുത്തിവെച്ച് പതുക്കെ ഇങ്ങനെ മടക്കി വെക്കും. പശു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഭഗവാന്റെ പാദതലങ്ങളിലുള്ളതായിട്ടുള്ള മുദ്രകൾ ഇങ്ങനെ ദർശിക്കും. അങ്കുശം അവിടെ തോട്ടിയുണ്ട്. തന്നെ ശാസനം കൊണ്ട് ഭഗവാൻ പരിപാലിക്കാൻ വേണ്ടി കാണിച്ചു തരികയാണോ എന്ന് വിചാരിച്ചുകൊണ്ട് അനങ്ങാതെ നിൽക്കും. മാത്രമല്ല ഭഗവാൻ പാല് കുടിക്കുന്ന സമയത്ത് അവരെന്തെന്നില്ലാത്ത ആത്മനിർവൃതി അനുഭവിക്കും. ഇങ്ങനെ ഓരോരുത്തർക്കും തൻ്റെ ബാലലീല കൊണ്ട് ഭഗവാൻ തൻ്റെ സ്വരൂപത്തെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കർദമ പ്രജാപതിയും ദേവഹൂതി ദേവിയും ആ കാലിൻ്റെ അടി കുളിപ്പിക്കുമ്പോൾ കണ്ടിട്ടാവില്ല എന്നാ വിചാരിക്കുക ചിലവര്. പക്ഷേ സത്യത്തില് അത് തൻ്റെ പുത്രഭാവേനെ മാത്രമേ ഒരാൾക്ക് തോന്നുള്ളൂ. ദേവകി വസുദേവന്മാർ അവസാനം പറയുന്നില്ലേ, ഈശ്വരനാണെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അതങ്ങനെയാണ്. അവർക്ക് അവസാനം ശ്രീനാരദ മഹർഷിയെ പോലുള്ള ആൾക്കാർ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതുപോലെ കൃഷ്ണൻ ഈശ്വരനാണെങ്കിലും അവരുടെ മനസ്സിലുള്ള ഭാവം എന്താണ്? എപ്പോൾ അടുത്ത് വരുമ്പോഴും തൻ്റെ കുട്ടിയാണ്, തൻ്റെ പുത്രനാണ്. പുത്രവത്സല്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അപ്പൊ അത് യോഗ്യതകൾ, നമ്മുടെ മക്കൾക്ക് എന്തെല്ലാം ഗുണഗണങ്ങൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോളണമെന്നില്ല. എന്താ കാരണം? ആ ഗുണഗണങ്ങളെ ആ നിലയ്ക്ക് കാണണമെങ്കിൽ നമ്മൾ ആ അവസ്ഥയിലേക്ക് ഉയരണ്ടേ. അവർ ജന്മം കൊണ്ട് നമ്മുടെ മക്കളായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഓരോ ഗുണങ്ങളും ഓരോരുത്തർക്ക് ഉണ്ടായിരിക്കും. അതുപോലെയാണ് ഇവിടെ ഭഗവത് കലയുള്ള ആളെ കണ്ട് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാൻ ആദ്യം തൻ്റെ സ്വരൂപം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു അമ്മയ്ക്ക്. അപ്പോഴാണ് ചോദിക്കുന്നത്, എന്നെ എങ്ങനെയാ ധ്യാനിക്കേണ്ടതെന്ന് അറിയോ അമ്മേ? എൻ്റെ പാദതലങ്ങളിൽ ഇന്നെ മുദ്രകളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ പാദത്തിന്റെ പുറപടിയായിട്ടുള്ള സ്ഥലത്ത് ആർദൻപദം കഴുകി വന്ന പവിത്ര തീർത്ഥം മൂർധാവിലാണ്ട് ശിവനും കൃതകൃത്യനായോ പാപാദ്രിഭേദിതം ദുരങ്കിതമാകും തൃപാദമോർപ്പൂ സുചിരം ഹൃദി സാധകന്മാർ. ഈ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ഒരു തീർത്ഥമുണ്ട്, ഗംഗാജലം. ആ ഗംഗാജലം ഭഗവാന്റെ തൃപാദത്തിൽ നിന്നും പുറത്തേക്ക് വന്നതാണ്. അത് രാധാദേവിയുടെ കോപം കൊണ്ട് ജലം എല്ലാം ഭൂമിയിൽ ഇല്ലാണ്ടേ രാധാദേവി കുടിച്ചു പറ്റിക്കും എന്ന് കണ്ട സമയത്ത് രാധാദേവി ഭഗവാന്റെ ശ്രീകൃഷ്ണ പാദപത്മങ്ങളിൽ പോയി ശരണം പ്രാപിച്ചു. അപ്പൊ ദേവാദികളെല്ലാം വന്ന് ശരണം പ്രാപിച്ചു. ഭഗവാനെ, ഭൂമിയിൽ ജലമില്ലാണ്ടേ ഞങ്ങൾ എങ്ങനെയാ തർപ്പണം ചെയ്യുക? ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാണശരീരം എന്ന് പറയുന്നത് ജലത്തിൽ പ്രതിഷ്ഠിതമാണ്. അങ്ങനെ നമുക്കെല്ലാവർക്കും ദേഹത്തിൽ ജലമല്ലേ ഏറ്റവും കൂടുതലുള്ളത്? ഭൂമിക്കു സാരം ജലമാണു പോലും ജലത്തിനോ ഔഷധിയാണു സാരം. അങ്ങനെ ഓരോന്നിനും സാരവത്തായിട്ടുള്ള വസ്തുക്കളുണ്ട്. യേശാം ഭൂതാന പൃഥ്വീരസ പൃഥ്വീം അപോരസ അഭാം ഔഷധയോരസ. അതാണ് അനന്തലോകത്തിനു ഭൂമി സാരം ഭൂമിക്കു സാരം ജലമാണു പോലും ജലത്തിനോ ഔഷധിയാണു സാരം മനുഷ്യനോ സാരം അത് ഔഷധിക്കും. മനുഷ്യനിൽ സാരമതാണ് വാക്ക്, വാക്കിനു ഋക്കാണ് ധരിക്ക സാരം, ഋക്കിന്നു സാരം അത് സാമമത്രേ, സാമം സ്വരത്തിൽ പരിപൂർത്തിയേൽപ്പൂ. ഇങ്ങനെ രസസമ്മേളനങ്ങളുള്ളതിൽ മനുഷ്യന് സാരവത്തായിട്ടുള്ളത് ജലമാണ്. ജലത്തിൽ നിന്ന് ഔഷധികളാണ്. ആ
ആ ഔഷധികൾ മനുഷ്യന്റെ ഏറ്റവും സാരവത്തായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് വാക്കാണ്. അപ്പൊ നമ്മൾ ഭഗവത് വന്ദനം ചെയ്യാനാണ് നമ്മുടെ വാചികമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കേണ്ടത്. ഭഗവാനെ പ്രകീർത്തിക്കാനാണ്, ഭഗവാനെ പറയാനാണ്, ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഓരോരുത്തരും മൗനികളായിട്ടുള്ള ഋഷിമാര് പോലും തന്റെ അന്തരംഗത്തിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി. അപ്പൊ അവരുടെ സാമീപ്യം കൊണ്ടും അവരുടെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ ഉള്ളിലും ഭഗവത് സ്പന്ദനം വന്ന് ചേരും. ഇത്രയും പവിത്രമായ ഭൂമി ഏറെയില്ല ഭാരതഖണ്ഡം പോലെ. അതുകൊണ്ട് ഭഗവാനെ ഉപാസിക്കണം. അങ്ങനെ ഭഗവാന്റെ പാദതലങ്ങളിൽ ഗംഗാദേവി ശരണം പ്രാപിച്ച സമയത്ത് ഭഗവാൻ അഭയം കൊടുത്തു. അപ്പോ ജലമില്ലാതെയായപ്പോൾ ദേവന്മാരെല്ലാം വന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ തന്നെ പതുക്കെ പാദതലം ഉയർത്തണമെങ്കിൽ രാധാദേവിയെ നിങ്ങളെല്ലാം സ്തുതിച്ച് കോപത്തിൽ നിന്ന് മാറ്റി നിർത്തൂ എന്ന് പറഞ്ഞു. അവരെല്ലാം അമ്മയെ സ്തുതിക്കുന്നത് പോലെ രാധാദേവിയെ സ്തുതിച്ചു. അപ്പൊ സന്തോഷവതിയായിട്ട് രാധാദേവി ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ തന്നെ കാലുയർത്തി. ആ പാദതലങ്ങളിൽ നിന്ന് ഗംഗാപ്രവാഹം എന്ന സമയത്ത് ഭൂമിദേവി തന്റെ പതനവേഗത സഹിക്കുകയാണ്, ഗംഗയുടെ പതനവേഗത സഹിക്കുകയാണ്, സങ്കടപ്പെട്ടു. അപ്പോഴാണ് മഹാദേവനോടും ബ്രഹ്മദേവനോടും പറയുന്നത്, നിങ്ങളുടെ ജട കാണിക്കൂ, കമണ്ടല് കാണിക്കൂ, അതിൽ തട്ടിക്കൊണ്ട് ഭൂമിയിലേക്ക് പതിക്കട്ടെ. അങ്ങനെ പതന വേഗത കുറച്ചു കൊടുത്ത് ഭഗവാൻ ഗംഗാദേവിയെ പറഞ്ഞയച്ചു. അതുകൊണ്ട് അത്രയും പവിത്രമായ ഭഗവാന്റെ വിഷ്ണുപാദോദകം എന്ന് പറയുന്നതായിട്ടുള്ള ആ ഗംഗാജലം ആർതൻ പദം കഴുകി വന്ന പവിത്ര തീർത്ഥം മൂർധാവിലാണ്ട് ശിവനും കൃതകൃത്യനായി. ഭഗവാന്റെ പാദങ്ങളെ കഴുകി ഒഴുകി വരുന്നതായിട്ടുള്ള ഗംഗാജലം ശിവന്റെ മൂർധാവിൽ വീണ സമയത്ത് ശിവൻ എന്തെന്നില്ല ആത്മനിർവൃതി അനുഭവിച്ചു. അങ്ങനെ പാപാദ്രിഭേദിതം ദുരങ്കിതമാകമാ തൃപാദ്യമോർപ്പോ സുചിരം കൃതിസാധകന്മാർ. പിന്നീട് പറയാണ്, സൃഷ്ടാവിനം ജനനിയായി ജലജാക്ഷിയാമാ ദേവേശിതൻ തുടയിൽ വെച്ചത് കരാംബുജത്താൽ ലാളിപ്പൊരാഭവ വിനാശകന്റെ ജാനുപര്യന്ത ജംഗങ്ങളെയും ഓർക്ക പിന്നെ കൃത്തിൽ. ലക്ഷ്മീദേവി ഭഗവാന്റെ പാദതലങ്ങളെ തന്റെ മടിയിൽ വെച്ചുകൊണ്ട് കൈകളെ കൊണ്ട് പതുക്കെ ഇങ്ങനെ തലോടുകയാണ്. അങ്ങനെ ഭഗവാന്റെ ജഗനപ്രദേശം മുതൽ പാദതലം വരെയുള്ളതായിട്ടുള്ള ഭാഗങ്ങൾ ലക്ഷ്മീദേവിയുടെ സ്പർശത്താൽ അതിപവിത്രമായി തീർന്നു. ലക്ഷ്മീദേവിയുടെ കൈകൾക്കോ ഭഗവാന്റെ ദേഹത്തെ സ്പർശിച്ചതുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനുള്ള പവിത്രത വരുന്നു. ഇങ്ങനെ പരസ്പരം ഭഗവാനും ലക്ഷ്മീദേവിയും ഒരുമിച്ചിരിക്കുന്നതായിട്ടുള്ള ആ വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ ഉപാസന ചെയ്യുന്ന ലോകത്തെക്കുറിച്ച് ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്തു. താക്ഷന്റെ മേൽ അസതികാകുസമാക നീലകാന്തി പോലും മനോജ്ഞതമാം തുടയോർക്ക പിന്നെ. താക്ഷന്റെ മേൽ അധസികാകുസുമ നീലകാന്തി പോലും മനോജ്ഞതമമാം തുടയോർക്ക പിന്നെ. ആ ഗുൽഭ ലംബ നവപീത ദുഗൂരമാണും നൽകാഞ്ചി മിന്നിന നിതംബമോർത്തിടേണം. ഭഗവാൻ അത്യത്ഭുതമായിട്ടുള്ള തന്റെ ആ നീലപ്പട്ട് പീതാംബരം ധരിച്ചതിന്റെ മുകളിൽ ഉത്തരീയമായിട്ട് ധരിച്ചതായിട്ടുള്ള നീലപ്പട്ട്, അങ്ങനെയുള്ളതായിട്ടുള്ള ആ നീലപ്പട്ടിന്റെ ചെറിയ ചെറിയ ഒലികൾ ഇങ്ങനെ കീഴ്പോട്ട് വീണ് കിടക്കുന്നുണ്ട്. അത് ഭഗവാന്റെ പാദതലങ്ങൾക്ക് കൂടുതൽ ശോഭയുള്ളതാക്കണം. എന്താ കാരണം? കാർമേഘം പോലെയുള്ളതായിട്ടുള്ള ഭഗവാന്റെ നിറം, അതിൽ നീല നിറത്തിലുള്ളതായിട്ടുള്ള ഈ ആകാശപഥത്തിന്റെ ചെറിയൊരു ഖണ്ഡം വീണ് കിടക്കുന്നത് പോലെതായിട്ടുള്ള ആ നീല വസ്ത്രം, അത് ഭഗവാന്റെ നഖകാന്തി കൊണ്ട് ഇങ്ങനെ ഇടിമിന്നൽ പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞാൻ താർഷ്യന്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്ന സമയത്ത് 2 പാദങ്ങൾ ഇങ്ങനെ അപ്പുറത്തും വെച്ചിട്ടുണ്ടാവുമല്ലോ അമ്മേ. അപ്പൊ ആ കാറ്റിന്റെ വേഗതയിൽ എൻ്റെ നഖകാന്തി കൊണ്ട് മിന്നുന്നതായിട്ടുള്ള ആ വസ്ത്രത്തെ ആലോചിക്കണം. ഇനി മാത്രമല്ല, ഞാൻ മന്ദരപർവ്വതത്തെ കടയുന്ന സമയത്ത്, പലാഴി വന്ന സമയത്ത് മന്ദരപർവ്വതം പിടിച്ച് തിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എൻ്റെ കടകങ്ങൾ ആ മന്ദരപർവ്വതത്തിന്റെ സാനുപ്രദേശത്ത് തട്ടി. അപ്പോൾ അത് തട്ടിയത് കൊണ്ട് എന്തായി? അതിൽ തേയ്മാനം വന്നു. അങ്ങനെ എൻ്റെ ആ കടകങ്ങൾ ധ്യാനിക്കണം, എൻ്റെ വസ്ത്രം ധ്യാനിക്കണം, എൻ്റെ നാഭിപ്രദേശം. ഇങ്ങനെ കണ്ണും മനസ്സും ഒരുപോലെ അമൃതത്തിൽ മുക്കി ശ്രീലക്ഷ്മിയെയും എന്നും അവരും ഭഗവാന്റെ മാറും മിന്നുന്ന കൗസ്തവമണിക്കും ഒരാഭയേറ്റും ആ സർവവന്തിരുടെ കണ്ഠവുമോർത്തിടേണം. ഏറ്റവും നമുക്ക് നയനാനന്ദമായിട്ടുള്ള അമൃതസ്വരൂപമായിട്ടുള്ള ഭഗവാൻ എവിടെയാണ് ലക്ഷ്മി വെച്ചിരിക്കുന്നത്? തൻ്റെ വക്ഷസിലാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന്റെ കൗസ്തുഭമണി എന്ന് പറയുന്നതായിട്ടുള്ള രത്നം, അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള മാരണത്തിൽ നിലകൊള്ളുന്നു. ലക്ഷ്മി ദേവിയുടെ ശോഭയേറ്റുന്നത് പോലെയാണ് ആ കൗസ്തുഭമണി പ്രകാശിക്കുന്നത്. ദിപ്പാലകാദിവസിതം തിരിയുന്ന മന്ദരത്താൽ സമജ്വലിത മതംഗമാണ്ട കയ്യിൽ ദുർദർശമാം ദശശതാരമിയെന്ന ചക്രമാരാജഹംസ നിഭമായ വെളുത്ത ശംഖം. എങ്ങനെയാണോ ഭഗവാൻ തന്നെ പാഞ്ചജന്യമാകുന്ന ശംഖ്
സമാന നീല നിറമുള്ളതായിട്ടുള്ള ഭഗവാന്റെ ചന്ദാവനപ്പൂക്കൾ പോലെയുള്ളതായിട്ടുള്ള കൈത്തലങ്ങൾ, അതിൽ വെളുത്ത നിൽക്കുന്നതായിട്ടുള്ള ശംഖ്, അത് ഭഗവാൻ ഇടയ്ക്ക് ഉജ്ജ്വലമായിട്ട് ശബ്ദിക്കും, ഉച്ചത്തിൽ ശബ്ദിക്കും. അപ്പോ ഒരു ഹംസം തൻ്റെ ചിറകുകൾ വിടർത്തി അത്യത്ഭുതമായിട്ട് ഇങ്ങനെ കൂവാൻ വേണ്ടി കാലുയർത്തി നിൽക്കുകയാണെന്ന് തോന്നും. ഭഗവാന്റെ കൈകളിലാണ് ശംഖിരിക്കുന്നത്. പക്ഷെ ആ കൗമോദകി എന്ന് പറയുന്നതായിട്ടുള്ള തന്നെ ഗദ, കൗമോദകി പ്രതിതമാത്മ സവത്ന രക്തസിക്തം പ്രിയം പെരുകിടും ഗതയും കഴുത്തിൽ വണ്ടിണ്ടയാൽ മുഖരമം വനമാ